വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ ബീച്ചുകളിലൊന്നായ കോവളം ബീച്ചാണ്. കോവളം ബീച്ചും അതിനോടടുത്തുള്ള ലൈറ്റ് ഹൗസും. സോ ലെറ്റ്സ് ഗോ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരത്തിന് 14 കിലോമീറ്റർ അകലെയായി അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ പട്ടണമാണ് കോവളം. കോവളത്തിന് ചുറ്റുമായി ധാരാളം കടൽപ്പുറങ്ങളും വിശ്രമ സങ്കേതങ്ങളും നമുക്ക് കാണാൻ കഴിയും. വിഴിഞ്ഞം കണ്ടെയ്നർ പദ്ധതി സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും കോവളത്തിന് അടുത്താണ്. കോവളത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം. കോവളത്തിന് ചുറ്റുമുള്ള കടൽ തീരങ്ങൾ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരിടമാണ്. കോവൽക്കുളം എന്നായിരുന്നു കോവളത്തിൻ്റെ ആദ്യകാലത്തെ പേര് എന്ന് കരുതപ്പെടുന്നു. വെള്ളയാണി ശുദ്ധജല തടാകവും വെള്ളയാണി കാർഷിക കലാലയവും കോവളത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോവളം സന്ദർശിക്കുവാനുള്ള ഏറ്റവും മികച്ച സമയം നവംബർ മുതൽ മാർച്ച് മാസം വരെയാണ്. ഇതിനടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കോവളത്തിന് 14 കിലോമീറ്റർ അകലെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. തെക്ക് കിഴക്കായിട്ടാണ് കോവളം സ്ഥിതി ചെയ്യുന്നത്. കോവളം ബീച്ചിൻ്റെ മനോഹാരിത മനസ്സിലാക്കണമെങ്കിൽ ലൈറ്റ് ഹൗസിൽ തന്നെ പോകണം. കോവളം ബീച്ചിന് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലൈറ്റ് ഹൗസിന് മലയാളത്തിൽ വിളക്കുമാടം എന്ന് വിളിക്കുന്നു. 1972 ജൂൺ 30 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ലൈറ്റ് ഹൗസിൻ്റെ മെയിൻ എൻട്രൻസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. തിങ്കൾ അവധിയാണ്. നാം ഇങ്ങനെ കയറി പോകുമ്പോൾ മാപ്പ് ഓഫ് കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്റ്റ് എന്നൊരു മാപ്പ് നമുക്ക് കാണാൻ കഴിയും. ലൈറ്റ് ഹൗസിലെ ടിക്കറ്റ് ചാർജ് 25 രൂപയാണ്. ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് മുന്നിലായി ഒരു ലിഫ്റ്റ് കാണാൻ കഴിയുന്നു. എന്നാൽ അതിൽ കയറണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ പോകണം. പക്ഷേ ഞാൻ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോകുവാനാണ് തീരുമാനിച്ചത്. ഏകദേശം 150ഓളം പടികൾ കയറി വേണം നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് എത്തുവാൻ. വീതി കുറഞ്ഞ പടിക്കെട്ടുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലിഫ്റ്റിൽ 3-4 പേർക്ക് മാത്രമേ കയറി മുകളിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. ഒരു കൂട്ടം സഞ്ചാരികൾ ലൈറ്റ് ഹൗസിൻ്റെ മനോഹാരിത ആസ്വദിച്ചിട്ട് മടങ്ങി വരുന്നുണ്ട്. ഈ കാണുന്ന പടിക്കെട്ടുകൾ മുഴുവനും കയറി മുകളിലെത്തുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യം തന്നെയാണ്. അങ്ങനെ ഞാൻ ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലെത്തി. ഇവിടെ നിന്നുകൊണ്ട് കാണുന്ന നീല നിറത്തിലുള്ള ഈ കടലിൻ്റെ മനോഹാരിത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് കവരുന്ന ഒരു അനുഭവം തന്നെയാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ കടലിൻ്റെ മനോഹാരിത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് കവരുന്ന ഒരു അനുഭവം തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിന് ശേഷം ഈ തുറമുഖം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. 1925 ഒരു ദീപം അടുത്തുള്ള കുളച്ചിലിൽ സ്ഥാപിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് 1960 വിഴിഞ്ഞത്തും പകൽ സമയത്ത് ദിശാസൂചകമായി ഒരു ബീക്കൺ സ്ഥാപിക്കപ്പെട്ടു. അറബിക്കടലിൻ്റെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഈ വിളക്കുമാടം നമ്മുടെ മനസ്സ് കവരുന്നു. രാജ്യാന്തര മറൈൻ ട്രാക്കറായ മറൈൻ ട്രാഫിക് പുറത്തിറക്കിയ ലോകത്തിലെ 5 മികച്ച ലൈറ്റ് ഹൗസുകളുടെ ചിത്രങ്ങളിൽ ഒന്നായി കോവളത്തിലെ ഈ ലൈറ്റ് ഹൗസിനെ തിരഞ്ഞെടുത്തു എന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്.
സിലിണ്ടർ ആകൃതിയിലുള്ള 36 മീറ്റർ ഉയരമുള്ള ഒരു സ്തംഭമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മെറ്റൽ ഹാലൈഡ് ദീപവും ഡയറക്റ്റ് ഡ്രൈ മെക്കാനിസവുമാണ് വിളക്കുമാടത്തിനുള്ളത്. ചുവപ്പും വെള്ള നിറവും ഈ ലൈറ്റ് ഹൗസിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ മുകൾ ഭാഗത്തെല്ലാം കയറി കണ്ടു. ഞാൻ ഇനി തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് വലിയ തിരക്കില്ല. നമുക്കത് ഒരു ഏണി പോലെ ഇരിക്കുന്ന സ്ഥലം വഴിയൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി ഞങ്ങളടുത്ത് അതിൻ്റെ താഴോട്ട് ഇറങ്ങുകയാണ്. സ്റ്റെപ്പ് ആയിരത്തി 1930-കളിൽ അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തിലെ യൂറോപ്യൻ സഞ്ചാരികൾ കോവളം ബീച്ചിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ സാധ്യത കണ്ടെത്തി. 1920-കളുടെ അവസാനത്തിൽ തിരുവിതാംകൂറിലെ റീജന്റ് മഹാറാണിയായ സേതു ലക്ഷ്മിബായ് തൻ്റെ ബീച്ച് റിസോർട്ടായ ഹാൽസ്യോൺ കാസിൽ ഇവിടെ നിർമ്മിച്ചതോടുകൂടിയാണ് കോവളം ആദ്യമായി ശ്രദ്ധ നേടിയത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരവരുടെ ഉപജീവന മാർഗവും പഠനവും കഴിഞ്ഞ് സായാഹ്നം ആസ്വദിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നത് കാണാം. ഇവിടെ വരുന്ന സഞ്ചാരികളിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നവരാണ് കൂടുതലും. പാറകൾ നിറഞ്ഞ തീരമായതിനാൽ ഇവിടുത്തെ തിരമാലകൾക്ക് ശക്തി കുറവാണ്. ധൈര്യത്തോടെ ഇറങ്ങി നീന്താം. അപകടം സംഭവിക്കാതിരിക്കാൻ മുഴുവൻ സമയവും സന്നദ്ധയായി ലൈഫ് ഗാർഡുകൾ തീരത്തുണ്ട്. അങ്ങ് ദൂരെ നമ്മുടെ കണ്ണുകളെ ആകർഷിക്കും വിധം ലൈറ്റ് ഹൗസ് കാണാം. കോവളം എന്നത് അടുത്തുള്ള മറ്റു 3 മനോഹരമായ കടൽ തീരങ്ങൾ ചേർന്ന ഒരു പ്രശസ്തമായ അന്താരാഷ്ട്ര കടൽ തീരമാണ്. ഉഷ്ണമേഖലാ സൂര്യൻ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ചർമ്മത്തിന് ചെമ്പ് നിറത്തിലുള്ള മങ്ങിയ ചുവപ്പ് നിറം കാണാൻ കഴിയുന്നു. വിനോദസഞ്ചാരികൾക്ക് സൂര്യസ്നാനമേൽക്കുവാൻ നിരവധി കട്ടിലുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു. ഓരോ കട്ടിലിനും 200 രൂപയാണ്. ഈ ബീച്ചിലെ വിശ്രമ ഓപ്ഷനുകൾ ധാരാളം വൈവിധ്യപൂർണ്ണമാണ്. സൺബാത്ത്, നീന്തൽ, ഹെർബൽ ബോഡി ടോണിംഗ് മസാജുകൾ, പ്രത്യേക സാംസ്കാരിക പരിപാടികൾ എന്നിവ അവയിൽ ചിലതാണ്. താൽപ്പര്യമുള്ളവർക്ക് കാർഡ് ബൈക്ക്, പെയിന്റ് ബോൾ, ബോട്ടിംഗ് എന്നിവയും ആസ്വദിക്കാം. സമയപരിധി അനുസരിച്ച് ഓരോ ബോട്ടുകൾക്കും 1000 രൂപ, 2000 രൂപ എന്നിങ്ങനെ തുക നിശ്ചയിച്ചിരിക്കുന്നു. ഒരു ബോട്ടിൽ 4 പേരെ കയറ്റി കടലിൻ്റെ മനോഹാരിത ആസ്വദിപ്പിച്ച് അവർ നമ്മെ തിരികെ കൊണ്ടെത്തിക്കുന്നു. ആയുർവേദിക് ഹെൽത്ത് റിസോർട്ട്സ്, ഷോപ്പിംഗ് ഏരിയാസ്, സ്വിമ്മിംഗ് പൂളുകൾ, യോഗ, ആയുർവേദിക് മസാജ് സെൻ്ററുകൾ, വിനോദസഞ്ചാരികൾക്ക് താമസിക്കുവാനുള്ള 5 സ്റ്റാർ ഹോട്ടൽ മുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ വരെ ഇവിടെ ലഭ്യമാണ്. വിദേശികളടക്കം ധാരാളം സന്ദർശകർ എത്തുന്നതുകൊണ്ട് തന്നെ ഭക്ഷണശാലകളിൽ കോണ്ടിനെൻ്റൽ വിഭവങ്ങൾ മുതൽ വടക്കേ ഇന്ത്യൻ, ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ വരെ ഇവിടെ ലഭിക്കുന്നു. ഇളനീർ വിൽക്കുന്നവർ, ടീ ഷോപ്പ്, കുട്ടികളുടെ ടോയ്സ് വിൽക്കുന്നവരെയൊക്കെ നമുക്ക് ഈ ബീച്ചിൽ കാണാൻ കഴിയുന്നു. ഇവരൊക്കെ അവരവരുടെ തൊഴിലുകൾ ചെയ്ത് ജീവിതം നയിക്കുന്നു. മറ്റു ബീച്ചുകളെ അപേക്ഷിച്ച് വഴിയോര കച്ചവടക്കാർ ഇന്ന് നന്നേ കുറവാണിവിടെ. മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ടാ മേടിച്ചതും, പക്ഷെ കൊള്ളാം. ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല മാങ്ങയ്ക്കും നല്ല പുളിപ്പുണ്ട്, നല്ല രുചിയുമുണ്ട്.
ഏകദേശം ഒരു മാങ്ങയുടെ പീസ് വരുമെന്ന് തോന്നുന്നല്ലേ? ഏകദേശം ഒരു മാങ്ങയുടെ എത്ര വരും? ഒരു മാങ്ങ ഫുള്ളുണ്ട് കട്ട് ചെയ്താൽ 30 രൂപയാണ് ഒരു പാക്കറ്റ്. കൊള്ളാം. നമ്മൾ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ വെയിൽ മാറിയിരിക്കുന്നു. രാവിലെ മുതൽ ഉദിച്ചു നിന്ന സൂര്യൻ നമ്മോട് വിട പറയാൻ പോവുകയാണ്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം പകർത്തി സായാഹ്ന സന്ധ്യയിൽ കടൽ തീരത്തിലൂടെ കടൽക്കാറ്റും അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചും കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്.